വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബയോഗത്തിൻ്റെ വാർഷികമായിരുന്നു. അപ്പോൾ വാർഷികത്തിനോടനുബന്ധിച്ച് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നടത്തിയായിരുന്നു. ഒന്ന് കായിക പരിപാടി ഉണ്ടായിരുന്നു, കലാപരിപാടി ഉണ്ടായിരുന്നു. കായിക പരിപാടി നമ്മൾ സ്പോർട്സ് ആയിട്ട് ഒരു ദിവസം സെലക്ട് ചെയ്തു, ഫുൾ ഡേ പ്രോഗ്രാമായിരുന്നു. അതായത് രാവിലെ തൊട്ട് സന്ധ്യ വരെ ഉച്ചത്തുള്ള ഫുഡും വൈകിട്ടത്തെ ചായ അടക്കം ഒരു ഫുൾ ഡേ അടിച്ചു പൊളിയായിരുന്നു. അപ്പം അന്നത്തെ ദിവസത്തെ വീഡിയോയും അതേപോലെ തന്നെ നമ്മുടെ വാർഷികത്തിൻ്റെ അന്ന് കലാപരിപാടികൾ, ഇതിൻ്റെ സ്പോർട്സ് ഡേൻ്റെ നടന്ന സമ്മാനദാനം ഒക്കെ അത് വേറെ ദിവസമായിരുന്നു. അപ്പം അന്നത്തെയും കൂടി വീഡിയോ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ആണ്. 2 ദിവസത്തെയും കൂടെ ഞാൻ ഒറ്റൊരു വീഡിയോ ആക്കിയേക്കാണ്. അപ്പം അന്ന് സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടി ഇപ്പോൾ നല്ല തമാശയായിരുന്നു. പല പല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഓട്ടം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മെഴുകുതിരി കത്തിച്ച് നടത്തം, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, സ്പൂൺ റേസ്, പിന്നെ ബോയ്സിൻ്റെ ബലൂൺ വെച്ച് നടത്തം. ബലൂൺ പോകാണ്ട് ഏറ്റവും ഫസ്റ്റ് ആരോ എത്തണത് അവരായിരിക്കും വിജയ്. അപ്പം അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതേപോലെ നല്ല തമാശയായിരുന്നു. എല്ലാവരും കൂടി കൂടുമ്പോൾ പ്രത്യേകിച്ച് നല്ല സന്തോഷമല്ലേ, ഒരുമിച്ചൊക്കെ എല്ലാവരും ഫുഡ് കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ ഒരു ദിവസത്തെ കുറേ വിശേഷങ്ങളും കുറേ പ്രോഗ്രാംസിൻ്റെ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ആദ്യം തന്നെ അന്ന് പരിപാടി തുടങ്ങിയത് തന്നെ പിള്ളേരുടെ മിഠായി പിറക്കലായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞൂട്ടനും അപ്പൂസൊക്കെ കാര്യമായിട്ടുള്ള മിഠായി പിറക്കലാണ്. പക്ഷേ മിഠായിക്ക് പകരം അവിടെ ചെറുപയറായിരുന്നു കേട്ടോ. അതാകുമ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് പിറക്കാനും സുഖം, വായിലേക്ക് അധികം പോകുമില്ലല്ലോ. ജീരക മിഠായിക്കാണെങ്കിൽ മൊത്തം വായിലായിരിക്കുമല്ലോ. അപ്പോൾ അടുത്ത പരിപാടി തുടങ്ങി. ഇതാണ് കുട്ടികളുടെ മെഴുകുതിരി കത്തിച്ച ഓട്ടമാണ് കേട്ടോ. എല്ലാവരും പോയി ലാസ്റ്റ് അവൻ മാത്രം ഉണ്ടായുള്ളൂ, അവന് ഫസ്റ്റ് കിട്ടി. പിന്നെ ഏട്ടന്മാരുടെ ബലൂൺ വെച്ച് നടത്തം നമ്മൾ ഉണ്ണിയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ബലൂണൊക്കെ കാലിൻ്റെ ഇടയിൽ വെച്ചിട്ട് കാര്യമായിട്ടുള്ള നടത്തങ്ങളാണ്. നല്ല കോമഡി സീൻസ് ആയിരുന്നു കേട്ടോ അന്ന് മൊത്തം. പിന്നെ നമ്മുടെ അമ്മമാരുടെ മെഴുകുതിരി കത്തിച്ചോട്ടം എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മിനി ചേച്ചി അങ്ങനെ എല്ലാ ആൻറ്റിമാരും ഉണ്ടായിരുന്നു. അപ്പോൾ മെഴുകുതിരി കത്തിച്ച് അത് കെടാണ്ട് അറ്റം വരെ എത്തുന്ന ആരാണോ അവരാണ് ഫസ്റ്റും സെക്കൻഡും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ പരിപാടികളുണ്ടായിരുന്നു അന്ന്, അടിപൊളിയായിരുന്നു. അപ്പോൾ മെഴുകുതിരി കത്തിക്കൽ, ഒറ്റ തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് എത്ര മെഴുകുതിരി കത്തിക്കും. നമ്മൾ പരിപാടി സത്യം പറഞ്ഞാൽ നടത്തിയത് ഒരു 3 മണിയൊക്കെ ആയപ്പോഴും. അപ്പോൾ നല്ല കാറ്റുള്ള സമയമാണ്. ഞാൻ 10-11 ഞാൻ ഒപ്പിച്ചെടുത്തിട്ടോ. ലാസ്റ്റ് കൈ പൊള്ളിയപ്പോഴേക്കും വേഗം തന്നെ താഴേക്ക് ഇട്ടു. അപ്പോൾ ഓരോ സെക്ഷൻ വൈസാണ്, ഏജ് വൈസ് കാറ്റഗറി തിരിച്ചാണ് നടത്തുന്നത്. പിന്നെ അമ്മമാരുടെ ബലൂൺ വെച്ച് നടത്തം. അമ്മയും മിനി ചേച്ചിയും നമ്മുടെ ആൻറ്റിമാരൊക്കെ ഇന്നുണ്ട്. നമ്മുടെ മിനി ചേച്ചിക്കാണ് കേട്ടോ അതിന് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ കുറേ സെക്ഷൻ ഉണ്ടെങ്കിൽ അവർ ഫൈനൽ നടത്തും കേട്ടോ, അമ്മമാരുടെ തന്നെ ഉണ്ടെങ്കിൽ. പിന്നെ സ്പൂൺ റൈസ് ഉണ്ടായിരുന്നു. സ്പൂൺ റൈസിന് എനിക്ക് സെക്കൻഡ് കിട്ടി കേട്ടോ. അങ്ങനെ ഓരോ പരിപാടി വെച്ചാൽ ബോംബിങ് ദ സിറ്റി ഉണ്ടായിരുന്നു. ബോംബിങ് ദ സിറ്റി എന്ന് പറഞ്ഞാൽ ABC എഴുതിയിട്ട് ഏതാണോ ലോട്ട് എടുത്തെടുക്കണത് ആ നിൽക്കുന്ന ആൾക്കാർ മൊത്തം ഔട്ടാവും. അപ്പോൾ സ്പൂൺ റൈസും 3-4 ലെവലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. നമ്മൾ മാറി നിൽക്കാണ്ട് സമ്മാനത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ എല്ലാത്തിനും പേരൊക്കെ കൊടുത്ത് എല്ലാത്തിനും ചേർന്ന് 1-2 എണ്ണത്തിനൊക്കെ പോയെന്നുള്ളൂ. പക്ഷേ മെജോറിറ്റി സമ്മാനം കിട്ടിയായിരുന്നു. പിന്നെ അന്ന് അത്യാവശ്യം എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ സ്പോർട്സ് നടത്തിയപ്പോൾ. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ടാണ്, ഒന്ന് സ്പോർട്സ് ആയിട്ടും പിന്നെ ഒന്ന് കലാപരിപാടി, ഡാൻസ്, പാട്ട്. അന്നാണ് സമ്മാനദാനം ഈ സ്പോർട്സ് നടത്തിയതിൻ്റെയൊക്കെ. അപ്പോൾ സുന്ദരിക്ക് പൊട്ടുകളുണ്ടായി. അന്ന് ഫുൾ ഡേ പരിപാടിയായിരുന്നു. ഉച്ചയ്ക്കുള്ള ഫുഡും അടക്കമായിരുന്നു, വൈകുന്നേരം ചായ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ചു അന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇത്രേ ഉള്ളൂ സ്പോർട്സിന് അന്നത്തെ വിശേഷം. ഇനി നമുക്ക് കലാപരിപാടിയുടെ വീഡിയോ കണ്ടാലോ. അപ്പോൾ നമ്മുടെ അമ്മൂട്ടിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഞങ്ങളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഗ്യാങ്. ഞങ്ങൾ 4 പേരുണ്ട്, നമ്മുടെ അടുത്തുള്ള കുട്ടീസ് തന്നെയാണ്. അപ്പോൾ എൻ്റെ കട്ട കമ്പനീസാണ് ഇവിടെ കാക്കനാടുള്ള. അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. പ്രാക്ടീസൊക്കെ ഒരു കണക്കായിരുന്നു, എന്നാലും ഞങ്ങൾ ലാസ്റ്റ് ദിവസം ഒപ്പിച്ചെടുത്തു ഞങ്ങൾ. അപ്പോൾ ഇതേപോലുള്ള ദിവസങ്ങളൊക്കെ നല്ല അടിപൊളിയല്ലേ, ഓർത്തിരിക്കാനും കുറേ നാളുകൾക്ക് ശേഷം എടുത്ത് കാണാനും. അപ്പം അന്നത്തെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ സമ്മാനദാനമായി. അപ്പോൾ കുഞ്ഞിനും സമ്മാനം കിട്ടി, എനിക്ക് സമ്മാനം കിട്ടി. അങ്ങനെ മിക്കവർക്കും പ്രോത്സാഹന സമ്മാനം അടക്കം എല്ലാവർക്കും അവർ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും മാക്സിമം ചേരാൻ നോക്കാം. സമ്മാനത്തിന് വേണ്ടിയിട്ടല്ല, ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നമുക്കതൊരു സന്തോഷമല്ലേ. കുട്ടികളുണ്ടെങ്കിൽ കുഞ്ഞിലേ തൊട്ട് തന്നെ ഈ പ്രോഗ്രാംസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വലുതാകുമ്പോൾ അവർക്കതൊരു മടിയായിരിക്കും. അപ്പോൾ ചെറുപ്പത്തിലേ ആ ഒരു പേടി മാറ്റിയെടുക്കുക. ഇപ്പോൾ സ്റ്റേജിൽ കയറുന്ന കാര്യത്തിലാണെങ്കിലും ഇതേപോലത്തെ പ്രോഗ്രാംസിനൊക്കെ ചേരണയാണെങ്കിലും നിങ്ങൾ തന്നെ ഓരോ സപ്പോർട്ടാണ് എനിക്ക് ഇനിയുള്ള വീഡിയോസ് ഇടാനായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. ഇപ്പോഴും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുമോ. ബൈ.